child pulling a box kept on a table is depicted in figure 6.4. Observe it and complete the table. Next we have to do this one to understand what is negative work and what is actually the positive work is. 6.4 എന്ന് പറയുന്ന ഫിഗറിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? എ ചൈൽഡ് പുള്ളിങ് എ ബോക്സ് കെപ്റ്റ് ഓൺ എ ടേബിൾ. ഒരു ടേബിളിന്റെ മേലെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ആ ഒരു ബോക്സ് വലിക്കാൻ പിടിച്ചു വലിക്കാനാണ് ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദിസ് കേസ് ദി പുള്ളിങ് ഓഫ് ദാറ്റ് ബോക്സ് ഈസ് ഈസി ഓർ നോട്ട്? ആ ഒരു ബോക്സ് പുള്ള് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയുള്ള കാര്യമാണോ അല്ലയോ? If it is not easy, why it is happening? If it is easy also we have to think about the case. But here we can understand that there are lots of forces acting on that box. Interesting ആണല്ലേ? നമ്മൾ ഇത്ര സമയം പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞു. അതുകൂടാതെ വേറെ എന്തൊക്കെ ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ? ഹിയർ ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്റ്റ് ആർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അത് എ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫിഗറിൽ അല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ വി നോ ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ്. ദാറ്റ് ഈസ് വൈ ദി ഏറോ മാർക്ക് ഈസ് ആൾസോ ഡൗൺവേർഡ്. Then force of friction is there. Force of friction is also there that we already discussed in the previous case also. So here it marked as B, letter B. The force applied by the table on the box. Table ബോക്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് കൂടിയുണ്ട്. അതാണ് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് അപ്വേർഡ് ഇൻ ദി ഡയറക്ഷൻ. സോ അത് ഓരോന്നിൻ്റെയും ഡയറക്ഷൻ ശ്രദ്ധിക്കണം. ആൻഡ് ദി ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി ചൈൽഡ് ഓൺ ദി ബോക്സ് ഈസ് ദെയർ. ഇനി ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് വലിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് ഡി. സോ ഫ്രം ദിസ് തിങ് വി ഹാവ് ടു അനലൈസ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ 6.2. പിക്ചർ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാം. ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദി പിക്ചർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദി ടേബിൾ ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് രണ്ടും നമ്മൾക്ക് എഴുതാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി ചൈൽഡ്. ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി ചൈൽഡ് എന്ന് പറയുമ്പോൾ ഹിയർ ഇറ്റ് മാർക്ക്ഡ് ആസ് P2D അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് P2D ആണ്. അതായത് കുട്ടിയെ വലിക്കുക ചെയ്യുന്നത്, കുട്ടിയിലേക്ക് ആ ഒരു ബോക്സിനെ വലിക്കുക ചെയ്യുന്നത്. സോ ദി ഡയറക്ഷൻ ഈസ് P2D. Then what about the force of gravitation? What about the direction of force? Yes, very good. ഇവിടെ എന്താ വരുക? താഴേക്കാണല്ലേ? സോ A to P. We have to write as A to P. Then force of friction. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എങ്ങോട്ടേക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ബി എന്നാണ്. സോ P to B. ആ ഡയറക്ഷൻ ശ്രദ്ധിച്ചെഴുതാൻ പിയിൽ നിന്ന് ബിയിലേക്കാണ്. Then what about the last one? Force applied by the table on the box. ബോക്സിന്റെ മേലെ ടേബിളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് എത്രയാണ്? യെസ്, C to P. What? C to P. അപ്വേർഡ് ആണ് അല്ലേ? ഡയറക്ഷൻ C to P ആണ്. The first question about this table is in which direction the box will move. ഏത് ഡയറക്ഷനിലേക്കാണ് ബോക്സ് മൂവ് ചെയ്യാന്നാണ് ചോദിച്ചത്. വി നോ ടുവേർഡ്സ് ദി ചൈൽഡ് ആണ് അല്ലേ? ചൈൽഡിന്റെ ഡയറക്ഷനിലേക്കാണ്. അത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? P2D ആണ്. P2D. നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം P2D ആണെന്ന് ചൈൽഡ് ബോക്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഡിഡ് ദി ബോക്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. ഏത് ബലത്തിന്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായതെന്നാണ് ചോദിച്ചത്. എന്താണ് ഫിഗറിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? സ്ഥാനാന്തരം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് ഏത് ഡയറക്ഷനിലാണ്? ടുവേർഡ്സ് ദി ചൈൽഡ് ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് against which force did the box get displaced? Against which force did the box get displaced? ഏത് ബലത്തിന്റെ എതിർദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്? ഏത് ബലത്തിന്റെ ദിശയ്ക്ക് എതിരെയായിട്ടാണ് സ്ഥാനാന്തരം ഉണ്ടായിരിക്കുന്നത്? യെസ്, വി നോ. വി ഓൾറെഡി ഡിസ്കസ് ദി കേസ് ഓഫ് വീൽ ചെയർ ആൾസോ. ഈ ഒരു കേസിൽ ആൻസർ എന്താ വരുന്നത്? ഘർഷണ ബലമാണ് അല്ലേ? നമ്മൾ ഓൾറെഡി വീൽ ചെയറിന്റെ കേസ് പറഞ്ഞതാണ്. ഘർഷണ ബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തെന്ന് നമ്മുടെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. സോ ഹിയർ ആൾസോ ദി സെയിം അഗെയിൻസ്റ്റ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. And the last and final question is
Why did the force of gravity and the force of applied force by the table cause no displacement to the box? എന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്കി രണ്ട് ഫോഴ്സ് കൂടി ഉണ്ടല്ലോ, ഏതൊക്കെയാണ് ആ ഫോഴ്സ്? ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്, പിന്നെ ടേബിള് ആ ഒരു ബോക്സിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഉണ്ട്. വൈ ദേ ഡിഡിൻറ്റ് മേക്ക് എനി ചേഞ്ചസ് ഇൻ ദി ഡിസ്പ്ലേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് പെട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിന്, പെട്ടി വലിക്കുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് ചേഞ്ച് ഈ രണ്ട് ഫോഴ്സും വരുത്താത്തതെന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ദേ ആർ ഈക്വൽ ഫോഴ്സസ്, ബാലൻസ്ഡ് ഫോഴ്സസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, സന്തുലിത ബലങ്ങളാണ്. സോ ദ നെറ്റ് എഫക്റ്റ് ഈസ് 0. അതുകൊണ്ടാണ് ആ രണ്ട് ഫോഴ്സും അവിടെ പെട്ടിയിൽ എന്താണ് ആ ഒരു ബോക്സിൽ ഏൽക്കാത്തത്. Now we can conclude all these things by what is positive energy and negative energy. In the first case, what the child done actually? Yes, that child pulled that box towards her. എന്തെയ്ത് കുട്ടിയുടെ അടുത്തേക്ക് ആ ബോക്സിനെ മേശയിൽ നിന്ന് വലിക്കുക ചെയ്തത് അല്ലേ? That time the displacement and the force applied is in the same direction. What? The displacement happened for that box and the force applied by the child also in the same direction. Then, if the case is like this, we can tell this work as positive work. What? Positive work. That is, the box is displaced in the direction of the force applied by the child. കുട്ടി എവിടേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബോക്സ് ഡിസ്പ്ലേസ് ആയത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്തതായി കണക്കാക്കുന്നത്. എവിടെയാണ് വർക്ക് ചെയ്തതായി കണക്കാക്കുന്നത്? ബോക്സിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വർക്ക് ഈസ് നോൺ ആസ് പോസിറ്റീവ് വർക്ക്. വാട്ട്? ദാറ്റ് വർക്ക് ഈസ് നോൺ ആസ് പോസിറ്റീവ് വർക്ക്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പൻഡ് and the frictional force direction, both are in opposite direction. അല്ലേ? കുട്ടി എന്താണ് ബോക്സ് പിടിച്ച് വലിച്ച ഡയറക്ഷനിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഹിയർ വെൻ വി ആർ കൺസിഡറിങ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഡയറക്ഷൻ ആൻഡ് ദി ഫോഴ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ദി ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ, ഫോഴ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. So here the work done is negative work. What? Negative work. So from this we can conclude that if the displacement of an object is in the direction of the force, then the work done by the force on the object is positive. If the displacement of an object opposite to the direction of the force, then the work done by the force on the object is negative. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ, അപ്പം ബലത്തിന്റെ ദിശയിൽ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതെങ്കിൽ ആ ബലം അല്ലെ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. ഇവിടെ നമ്മൾ പ്രവൃത്തി അല്ലെങ്കിൽ വർക്കിനെയാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പൻ. സോ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ ബലത്തിൻ്റെ എതിർദിശയിലാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ വസ്തുവിന് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതെങ്കിൽ അവിടെ നമ്മൾ എന്ത് പ്രവൃത്തി എന്ന് പറയുക? ആ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്.